വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐക്ക് രേഖകൾ കൈമാറുന്നതിന് വൈകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത് മാർച്ച് 26-നാണ്. പോലീസിന് വീഴ്ച അറിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വൈകിപ്പിച്ചത് എന്ന കാര്യങ്ങൾ തന്നെയാണോ വ്യക്തമാകുന്നത്? സുരേഷ്, കഴിഞ്ഞ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, നീതി ലഭ്യമാകുമെന്ന ഒരു ഉറപ്പും തങ്ങൾക്കില്ല, അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യമായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് മുന്നോട്ട് വെച്ചത്. ഇതിനെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രി CBIക്ക് അന്വേഷണം കൈമാറിക്കൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നിർദ്ദേശം നൽകുകയും അന്ന് വൈകിട്ട് തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തു. തുടർന്നുള്ള നടപടിക്രമങ്ങളാണ് അനിശ്ചിതമായി നീണ്ടത്. അതായത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിജ്ഞാപനം പുറത്തിറക്കിയതല്ലാതെ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടാനുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിക്കുന്നത്. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിൽ നടപടികൾ തുടങ്ങുന്നത്. അതും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ മാർച്ച് 16 തന്നെ ഈ രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് കത്ത് നൽകിയിരുന്നു. എത്രയും വേഗം രേഖകൾ നൽകണമെന്നും ആ രേഖകൾ CBI ആസ്ഥാനത്തേക്ക് കൈമാറാനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിൽ നിന്ന് കത്ത് നൽകിയതെങ്കിലും സംസ്ഥാന പോലീസ് മേധാവി ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് 26-ന് മാത്രമാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്നും നിലവിൽ ആഭ്യന്തര വകുപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുന്നത്, പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകുന്നത് 26-ന് മാത്രമാണ്. 26-ന് ഈ രേഖകൾ ലഭിച്ചതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിൽ ഫയൽ കൈമാറ്റം ഉൾപ്പെടെ നടന്നത് എന്ന് തെളിയിക്കുന്ന രേഖകൾ നേരത്തെ ജനൻ TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. 26, 27 തീയതികളിൽ മാത്രമാണ്. 9-ന് വിജ്ഞാപനം ഇറക്കിയെങ്കിൽ പോലും മാർച്ച് 26, 27 തീയതികളിലായി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഈ രേഖകൾ നൽകിയത്. അതായത് സംസ്ഥാന പോലീസ് മേധാവി നൽകിയ രേഖകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കൈമാറുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പിലേക്ക് ഇത് മടക്കി നൽകുന്നതും ഈ രേഖകൾ പിന്നീട് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെത്തി CBI ആസ്ഥാനത്തേക്ക് കൈമാറുന്നതും. തുടർന്നാണ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ പോലീസ് ആസ്ഥാനത്ത് വീഴ്ച സംഭവിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ തന്നെ മനസ്സിലായതാണ്. കാരണം 9-ാം തീയതി വിജ്ഞാപനം ഇറക്കുമ്പോൾ തുടർന്ന് അനിശ്ചിതമായി ഏകദേശം 26 വരെ ഈ നടപടിക്രമങ്ങൾ നീണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതും 26-നാണ്. എന്തുകൊണ്ട് ആ സമയത്ത് ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടന്നില്ല എന്ന വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് CBI അന്വേഷണം ബോധപൂർവ്വം വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും നടന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല ഈ വീഴ്ച സംഭവിച്ചത് എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ രേഖകൾ നൽകിയില്ല, മാത്രമല്ല പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ നൽകിയില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. ഒരു CBI അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് അറിയാത്തവരല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാൻ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ രേഖകൾ കൈമാറിയെങ്കിൽ മാത്രമേ CBIക്ക് ഈ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയൂ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയൂ. ഇക്കാര്യം അറിഞ്ഞിരുന്നിട്ട് കൂടിയും മനഃപൂർവ്വമായ ഒരു വീഴ്ച തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സംഭവിച്ചിരിക്കുന്നത്. അക്കാര്യം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാം മറച്ചു വെക്കുകയാണ് ചെയ്തത്. സുരേഷ്, രാജീവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.